നമസ്കാരം. ഇന്നലെ നല്ല കിടിലൻ മാസ് പ്രസംഗമായിരുന്നു രാഹുൽ ഗാന്ധി പാർലമെന്റിൽ കാഴ്ചവെച്ചത്. മോദിയും അമിത്ഷായും ഒക്കെ നല്ലപോലെ ഒന്ന് പതറി. കഴിഞ്ഞ തവണ പാർലമെന്റിൽ ശബ്ദമുയർത്താൻ അയോഗ്യരായി മടങ്ങിയ പ്രതിപക്ഷത്തിന്റെ വൻ തിരിച്ചുവരവെന്ന് തന്നെ ഇതിനെ സൂചിപ്പിക്കാം. പ്രതിപക്ഷം ശക്തമാണെന്നുള്ളതിന്റെ തെളിവ് കൂടിയാണ് ഇന്നലത്തെ പാർലമെന്റിലെ രാഹുൽ ഗാന്ധിയുടെ പ്രസംഗത്തിലൂടെ നമുക്ക് വിലയിരുത്താൻ കഴിയുന്നത്. ഹിന്ദു എന്ന ഒറ്റ പേരിൽ വയലൻസ് അഴിച്ചുവിടുന്നു എന്ന രാഹുൽ ഗാന്ധിയുടെ സഭയിലെ പരാമർശത്തിന്മേൽ ഭരണപക്ഷത്തിന് ഉത്തരം മുട്ടിയപ്പോൾ വലിയ തോതിലുള്ള ബഹളമാണ് രാഹുൽ ഗാന്ധിക്കെതിരായി അവർ തൊടുത്തുവിട്ടത്. ബഹളം കനത്തതോടെ രാഹുൽ ഗാന്ധിയുടെ പ്രസംഗത്തിലെ പരാമർശങ്ങളിൽ ഇടപെട്ട് മോദി തിരിച്ചടിക്കുകയായിരുന്നു. അതായത് രാഹുൽ ഗാന്ധി രാജ്യത്തെ മുഴുവൻ ഹിന്ദുക്കളെയും അക്രമികൾ എന്ന് വിളിച്ച് ആക്ഷേപിക്കുന്നതായിരുന്നു മോദിയുടെയും പരിവാരങ്ങളുടെയും വാദം. എന്നാൽ രാഹുൽ ഗാന്ധി അതിനെ എതിർത്തു. രാഹുൽ ഗാന്ധി ഉദ്ദേശിച്ചത് എന്തെന്നാൽ നരേന്ദ്രമോദിയെയും BJPയെയുമാണ് അദ്ദേഹം വിമർശിച്ചതെന്നും ഹിന്ദു എന്നാൽ BJP അല്ല എന്നും അദ്ദേഹം അതേ നാണയത്തെ തന്നെ തിരിച്ചടിച്ചു. ഈ പരാമർശം പറഞ്ഞതോടെ രാഹുൽ ഗാന്ധി സഭാ നിയമം ലംഘിക്കുന്നുവെന്ന് ഇടപെട്ടുകൊണ്ട് അമിത്ഷായും രംഗത്തെത്തി. രാഹുൽ ഗാന്ധി നിയമപ്രകാരം സംസാരിക്കണമെന്ന് സ്പീക്കർ ഓം ബിർളയും BJPക്കൊപ്പം നിന്ന് രാഹുൽ ഗാന്ധിയെ വിമർശിച്ചു. രാഹുൽ ഗാന്ധിയുടെ പ്രസംഗത്തിലെ പ്രസക്തമായ ഭാഗങ്ങൾ ഇങ്ങനെയാണ്. ഇന്ത്യയിലെ ദശലക്ഷക്കണക്കിന് ജനങ്ങളാണ് BJPയുടെ ആശയങ്ങൾ പ്രതിരോധിച്ചത്. അവർ ഭരണഘടനയ്ക്കെതിരായ അക്രമത്തെ ചെറുത്തു തോൽപ്പിച്ചു എന്ന് തന്നെ പറയാം. എന്നാൽ ഇപ്പോഴും ഇത്തരം ആശയങ്ങൾ എതിർത്ത പലരും ജയിലിലാണ്. ചിലർ പുറത്തിറങ്ങി. ജനങ്ങളും ഞാനും ആക്രമിക്കപ്പെട്ടു. സർക്കാരിന്റെ ഉത്തരവ് പ്രകാരവും പ്രധാനമന്ത്രിയുടെ ഉത്തരവ് പ്രകാരവുമാണ് ഞാൻ ആക്രമിക്കപ്പെട്ടത്. തന്റെ പാർലമെന്റ് അംഗത്വം പോലും റദ്ദാക്കപ്പെട്ടു. 24/7 ഞാൻ ആക്രമിക്കപ്പെട്ടു. 55 മണിക്കൂർ ED എന്നെ ചോദ്യം ചെയ്യുകയും ചെയ്തു. എന്നാൽ ഇതെല്ലാം ഞാൻ ആസ്വദിക്കുകയായിരുന്നു. രാഹുൽ ഗാന്ധി പറഞ്ഞത് ഇങ്ങനെയാണ്. പ്രസംഗത്തിൽ ശിവന്റെ ചിത്രം രാഹുൽ ഉയർത്തിക്കാട്ടിയപ്പോൾ സ്പീക്കർ അതിൽ ഇടപെട്ടിരുന്നു. എന്നാൽ ചിത്രം കാണിക്കാനാകില്ലേ എന്ന് രാഹുൽ ഗാന്ധി സ്പീക്കറോട് ചോദിച്ചു. നേരിടുന്ന ഒന്നിനെയും ഭയക്കരുതെന്നാണ് ശിവന്റെ ചിത്രം നൽകുന്ന സന്ദേശമെന്നും പ്രതിപക്ഷത്തിരിക്കുന്നതിൽ സന്തോഷവും അഭിമാനവും ഉണ്ടെന്നും അധികാരത്തെക്കാൾ ശക്തിയാണ് പ്രതിപക്ഷത്തിരിക്കുമ്പോൾ അനുഭവിക്കുന്നതെന്നും ശിവനൊപ്പമുള്ള തൃശൂലം സമാധാനത്തിന്റെ പ്രതീകമാണെന്നും മാത്രമല്ല അഹിംസയുടെ പ്രതീകമാണ് ശിവന്റെ ചിത്രത്തിലുള്ളതെന്നും ശിവന്റെ അഭയമുദ്രയാണ് കോൺഗ്രസിന്റെ ചിഹ്നമെന്നും രാഹുൽ ഗാന്ധി ശക്തമായ ഭാഷയിൽ കൂട്ടിച്ചേർത്തു. പ്രസംഗത്തിൽ ദൈവവുമായി നേരിട്ട് ബന്ധമുള്ള പ്രധാനമന്ത്രിയെ നല്ല കണക്കിന് രാഹുൽ ഗാന്ധി പരിഹസിച്ചും വിട്ടു. ഗാന്ധിജിയെ ഉയർത്തെഴുന്നേൽപ്പിച്ചത് ഒരു സിനിമയെന്ന് മോദി പറഞ്ഞുവല്ലോ. ഇതിനേക്കാൾ അസംബന്ധം വേറെയുണ്ടോ? ഈ രാജ്യം അഹിംസയുടേതാണ്, അല്ലാതെ ഭയത്തിന്റെ അല്ല. ഹിന്ദു എന്ന് അവകാശപ്പെടുന്നവർ സദാസമയവും വെറുപ്പാണ് പുറന്തള്ളിക്കൊണ്ടിരിക്കുന്നത്. നിങ്ങൾ ഹിന്ദു അല്ലെന്നും സത്യത്തിനൊപ്പമുള്ളവരാണ് ഹിന്ദു എന്നും മോദിയോടും BJPയോടും രാഹുൽ കടുപ്പത്തോടെ തന്നെ പറഞ്ഞു. നരേന്ദ്രമോദി എന്ന നേതാവ് ഹിന്ദു സമാജത്തെ മുഴുവനും പ്രതിനിധീകരിക്കുന്നില്ല. BJPയും RSSും മുഴുവൻ ഹിന്ദു സമാജമല്ലെന്നും രാഹുൽ ഗാന്ധി ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട്. അയോധ്യ വിഷയത്തെക്കുറിച്ച് രാഹുൽ ഗാന്ധി പറഞ്ഞത് ഇങ്ങനെയാണ്. ഈ രാജ്യത്ത് എന്തുമാത്രം ഭയമാണ് നിങ്ങൾ നിറച്ചുവെച്ചത്. അയോധ്യയിൽ ക്ഷേത്ര ഉദ്ഘാടനം നടക്കുമ്പോൾ അംബാനിയും അദാനിയും ഉണ്ടായിരുന്നു. എന്നാൽ അവിടെ നിങ്ങൾ അയോധ്യവാസികളെ ഉൾപ്പെടുത്തിയില്ല. ഉദ്ഘാടന ദിവസം അവിടുത്തെ സാധാരണക്കാരെയും കൃഷിക്കാരെയും അടുത്തേക്ക് പോലും നിങ്ങൾ പോകാൻ അനുവദിച്ചില്ല. മോദി അയോധ്യയിൽ മത്സരിക്കണോ എന്ന് 2 തവണ പരിശോധിച്ചിട്ടാണ് സർവേ നടത്തിയവർ പിന്നീട് വേണ്ടെന്ന് പറഞ്ഞത്. അതിനുശേഷമാണ് വാരണാസിയിൽ മത്സരിച്ചത്. നരേന്ദ്രമോദി അങ്ങനെ രക്ഷപ്പെട്ടു. കർഷകരെ കുറിച്ച് രാഹുൽ ഗാന്ധി പറഞ്ഞത്, കർഷകരെ ഭയപ്പെടുത്താൻ 3 നിയമങ്ങളാണ് മോദി സർക്കാർ ആവിഷ്കരിച്ചത്. എന്നാൽ അത് അംബാനിക്കും അദാനിക്കും വേണ്ടിയായിരുന്നു എന്നുള്ളത് പരസ്യമായ ഒരു രഹസ്യമാണ്. ഇപ്പോഴും ഹരിയാനയിൽ 2 ഇടങ്ങളിൽ റോഡിൽ കർഷകർ സമരം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നിങ്ങൾ കർഷകരെ തീവ്രവാദികളെന്ന് വിളിച്ചു. കോടികളുടെ കടം ധനികർക്ക് വേണ്ടി എഴുതി തള്ളുമ്പോൾ തങ്ങളുടെ കടവും എഴുതി തള്ളണമെന്നാണ് കർഷകർ ആവശ്യപ്പെട്ടത്. എന്നാൽ സർക്കാർ അത് അനുവദിച്ചില്ല. താങ്ങുവിലയ്ക്ക് നിയമസാധുത നൽകുന്നതാണ് വിഷയമെന്നും രാഹുൽ പറഞ്ഞു. രാഹുൽ ഗാന്ധി എല്ലാം കൂടി വിളിച്ചു പറഞ്ഞതോടുകൂടി പതറിയെണീറ്റ അമിത്ഷാ സ്പീക്കർ ഇടപെടണമെന്ന് ആവശ്യപ്പെടുകയായിരുന്നു. ഒടുവിൽ രാഹുൽ ഗാന്ധിയുടെ പ്രസംഗം അവസാനിച്ചത് നീറ്റ് പരീക്ഷയിലെ അഴിമതി ചൂണ്ടിക്കാണിച്ചായിരുന്നു. രാജ്യത്ത് പുതിയ ഫാഷനായി നീറ്റ് മാറിയെന്ന് രാഹുൽ ഗാന്ധി തുറന്നടിക്കുകയായിരുന്നു. നീറ്റ് പ്രൊഫഷണൽ പരീക്ഷയല്ല. 7 വർഷത്തിനിടെ 70 തവണ ചോദ്യപേപ്പർ ചോർന്നുവെന്നും അദ്ദേഹം വ്യക്തമാക്കി.